ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലീറ്റാസ് കിച്ചൻ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ടേസ്റ്റ് ചെയ്ത് ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ ചേരുവകൾ: 2 ടൊമാറ്റോ, ജിഞ്ചർ, ഒനിയൻ, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, ഗാർലിക്, വെള്ളത്തിലിട്ടൊരു കുടംപുളി, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ. ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വയ്ക്കുക. അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇടുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക, ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, 4 ചില്ലി നടുവേ കീറിയത് അത് ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും മിക്സ് ചെയ്ത് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കറി ലീവ്സ് അതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കുക. ഒനിയന് പകരം നമുക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാൻ കേട്ടോ. ഒരു 10-20 ചെറിയുള്ളി യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒനിയൻ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ ഉപ്പ് മീനിൽ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോൾ മീനിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും ലെമണും ചേർത്ത് ഞാൻ 10-20 മിനിറ്റ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിടണം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ട് വെക്കേണ്ടത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ചില്ലി പൗഡർ, ഒരു 2-2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ എരിവ് ആവശ്യത്തിന് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഞാൻ കളറ് കൂടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിലായിരിക്കണം. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5-10 സെക്കൻഡ്സ് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല എണ്ണ ഇറങ്ങി വരുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2 ടൊമാറ്റോ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിരിപ്പുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് നല്ല മസാല കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു 1-2 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം. ഈ കുടപ്പുള്ളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് നല്ല ചൂട് വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് മൂടി വെക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഗ്രേവിയെല്ലാം നല്ല വന്നിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാഗ്നേറ്റ് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അത് നമ്മൾ 1 by 1 ആയിട്ട് നമ്മളിട്ട് കൊടുക്കണം. ഗ്രേവിയിൽ നല്ല മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കണം മീനിട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് നിരത്തി കൊടുക്കണം. എന്നാലാണ് മീനിലോട്ട് എരിവും പുളിയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നന്നായിട്ട് എരിവും പുളിയെല്ലാം പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് നിരത്തി കൊടുക്കണം. ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാനായിട്ട്. ചട്ടി നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുലുക്കി കൊടുക്കുക. കുലുക്കി നല്ല ഗ്രേവി എല്ലാം ഇറങ്ങി വരുന്ന പോലെ നന്നായിട്ട് ഇളക്കുക. ജസ്റ്റ് തവി വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. മീൻ പീസെല്ലാം ഗ്രേവിയിലോട്ട് എരിവും പുളിയെല്ലാം ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് നമ്മൾ മൂടി വെക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ്സ് നമ്മൾ മൂടി വെക്കുക. പിന്നെ ഓപ്പൺ ചെയ്യുക. തുറന്ന് നോക്കുമ്പോൾ നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക. നമ്മൾ തവി യൂസ് ചെയ്യരുത്. തവി യൂസ് ചെയ്താൽ നമ്മുടെ മീൻ പീസസ് എല്ലാം പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മൾ പിന്നെയും അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെയും ഒരു 3 മിനിറ്റ്സ് നമ്മൾ മൂടി വെക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല കുടംപുളി ഇട്ട് വെച്ച ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല റൈസിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ അപ്പം തന്നെ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ജസ്റ്റ് ഒരു 2-3 മണിക്കൂർ ചൂടാറിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.